ഭൂമി പരന്നതാണെന്ന് പരക്കെ ഒരു വിശ്വാസം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ക്രിസ്തുവിന് 6 നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 5 നൂറ്റാണ്ട് മുമ്പൊക്കെ പൈത്തഗോറസ് പറഞ്ഞിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു 2500 2600 നമ്മൾ ജീവിക്കുന്നതിനും 2600 വർഷം മുമ്പ് ഇവരൊക്കെ പറഞ്ഞ കാര്യമാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന്. പിന്നെ ഗലീലിയോ വന്നു. അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ ഇതിനെപ്പറ്റിയുള്ളൊരു വാദപ്രതിവാദങ്ങളൊക്കെ ഭൂമി മുഴുവൻ നടന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്കൂളിൽ പോയവർക്ക് ഇതിനെപ്പറ്റി അറിയാം. ഒട്ടുമിക്ക ആൾക്കാരും കേരളത്തിൽ നമ്മൾ പറയുക സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്കൂളിൽ പോയവരാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും അറിവുകളുമുണ്ട്. ശ്രീമാൻ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് കാലെടുത്ത് വെക്കുമെന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ മാധവൻ എന്ന എഴുത്തുകാരനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ LDF 75 സീറ്റ് നേടി വരുമെന്ന് ഉള്ള ഒരു പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വളരെ നമുക്ക് ഒരു 5-6 ദിവസത്തിനുള്ളിൽ അറിയാം ആരായിരിക്കും അടുത്ത 5 വർഷത്തേക്ക് കേരളം ഭരിക്കാൻ പോണെന്നോ. ഇതിനോടകം തന്നെ വിജയം ഏകദേശം ഉറപ്പിച്ച പോലെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നത്. അതിൽ വി ഡി സതീശൻ അവകാശപ്പെട്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല വ്യക്തിത്വത്തിനുടമയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള പല സാഹചര്യങ്ങൾക്കും ആൾക്ക് അടിമപ്പെട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അടിമപ്പെട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്ന വാസ്തവം. അദ്ദേഹം ആണ് യോഗ്യനെങ്കിലും ചെന്നിത്തലയും KC വേണുഗോപാലും ഇതിനു വേണ്ടി ഒരു ക്ലെയിം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ, അതായത് ഭൂമി പരന്നതാണെന്ന് ലോകം പറഞ്ഞിരിക്കുന്ന സമയത്ത് അത് തന്നെ തെറ്റ്. അവിടെ നബി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? നമുക്കറിയാം നബിയല്ല. അങ്ങനെ നബി പറയുന്നതിന് മുമ്പ് നബി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൽ നിന്നും ടോറയെന്നും ജൂതന്മാരുടെ ജോറയെന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് അതിനെ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് മാറ്റി 1400 വർഷം. അതിന് മുമ്പൊക്കെ ലോകം ഉണ്ടായിരുന്നു, ആത്മീയത ഉണ്ടായിരുന്നു, ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു. ഗ്രീസ് ഫിലോസഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിലോസഫികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ 1400 വർഷം മുമ്പ് നബി അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ഇതാണ്. അപ്പം ഇദ്ദേഹം എന്താണ് അദ്ദേഹം ഇങ്ങനെ ഈ സാമുദായങ്ങൾക്കോ അതല്ലെങ്കിൽ മതങ്ങൾക്കോ അടിമപ്പെടുത്തുന്ന വ്യക്തിയല്ല. അദ്ദേഹം നായരാണ്, സതീശൻ നായരാണ്. സതീശൻ നായർ NSS പോവില്ല, അവിടെ കയറില്ല, കാരണം അടിമപ്പെട്ട് കൊടുക്കുന്നു പറഞ്ഞ് അങ്ങനെയുള്ള ഇപ്പം ഇതിലും അദ്ദേഹത്തിന് ഇതുണ്ട്. പക്ഷേ UDF ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് തീരുമാനിക്കും ആര് കേരളം ഭരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ, അതായത് ജമാഅത്തെ ഇസ്ലാമി അവർ തീവ്ര വലതുപക്ഷത്തെ ചിന്താഗതിയുള്ളവരാണ്, ബംഗ്ലാദേശിൽ തുടങ്ങിയവരാണ്. ഇന്ന് സതീശൻ ഇങ്ങനെ ഭൂമി ഉരുണ്ടതാണെന്ന് നബിയ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ മദ്രസകളിൽ നിന്നും പുറത്തിറങ്ങിയ ഇസ്ലാമിക സഹോദരങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പറയും അതല്ലല്ലോ എന്തിനീ സതീശൻ ഇങ്ങനെ പറയണേ. അപ്പോൾ എന്തായിരുന്നു സതീശൻ്റെ ഉള്ളിലിരിപ്പ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സതീശൻ ഇസ്ലാമിന് തെറ്റ് നല്ലൊരു താങ്ങി തന്നെയാണ്. ഇന്ന് ഇസ്ലാമിലെ പ്രായമുള്ളവരും ആത്മീയ ആചാര്യന്മാരും ഭയക്കുന്ന കാര്യം മതം വിട്ടുപോകുന്ന വലിയൊരു വിഭാഗം, അതും ഈ ഫോണുകൾ അവർ ഇപ്പോൾ സതീശനെ പോലെയുള്ള ഒരുത്തം ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാമിക സഹോദരങ്ങൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കാണ്. ഇന്നെല്ലാം ChatGPT വന്ന്, ഗൂഗിളല്ല ChatGPT AI ഒക്കെ വന്നിരിക്കുന്ന കാലത്ത് വെറുതെ ഒന്ന് ഇത് ജെമിനായി ഒക്കെ എടുത്ത് തുറന്ന് നോക്കിയാൽ പറയും ഇത്രാം വർഷത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇത്തിരി സമയം ക്ഷമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ ശാസ്ത്രം എങ്ങനെയാണ് ഇത് ഉരുതിരിഞ്ഞ് വന്നതെന്നുള്ളത്. അതിൽ 1400 വർഷം മുമ്പ് നബിക്ക് ഒരു പങ്കുമില്ല. 2500-3000 വർഷം മുമ്പൊക്കെ ആൾക്കാർ ഇത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെളിയിച്ചിട്ടുണ്ട്. ഇത് ഇന്ന കാരണമാണ്. ഇതിൻ്റെ സർക്കംഫറൻസ്, ഭൂമിയുടെ അളവെടുത്തവരുണ്ട് 2500 വർഷം മുമ്പ്. അപ്പോൾ 1500 വർഷം മുമ്പ് നബിയെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായത്? അപ്പം സതീശൻ ഉദ്ദേശിച്ചത്, സതീശൻ പോലും വിശ്വസിക്കില്ല. സതീശൻ വിദ്യാഭ്യാസമുള്ളൊരു വക്കീലും നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം
ഒന്നില്ലെങ്കിൽ ജമാഅത്തിലെ പഴയ ആൾക്കാരുണ്ടല്ലോ, മറ്റേ മദ്രസയിൽ നിന്ന് ഇറങ്ങി അത് മാത്രം വിശ്വസിച്ച് ശാസ്ത്രത്തിൽ വിശ്വസിക്കില്ല, ശാസ്ത്ര സാങ്കേതികതയിലോ ലോകം തെളിയിച്ചാലോ ഒന്നും വിശ്വസിക്കില്ല. കല്ലിലും മണ്ണിലാണ് അവരുടെ വിശ്വാസം ഇരിക്കുന്നത്. കല്ലും മണ്ണും ആയ ഭൂമി ആ പരന്നതിലേക്ക് തിരിച്ചു പോകണമെന്നാണ് അവരുടെ ആഗ്രഹം. കോലെടുത്ത് അടിച്ചും കൊന്നൊക്കെ ജീവിക്കുന്നവർ. അവരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കണമെന്നാണ്. എന്നാൽ ഇത് ചെന്ന് കൊണ്ടത് പാവം ഇസ്ലാമാന്ന് പറയുന്ന ഏതൊരുവിൻ്റെയും നെഞ്ചിൽ കൊണ്ടുള്ളൊരു കരുതിക്കൂട്ടിയുള്ള ഞാൻ പറഞ്ഞ മാതിരി സതീശൻ ബുദ്ധിയില്ലാത്ത ഒരാളൊന്നല്ല, കരുതിക്കൂട്ടി തന്നെ ഒരു കുത്തങ്ങോട്ട് കൊടുത്തതാണ് സതീശൻ എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഒരു പരിധി വരെ സതീശനെ പോലെയുള്ളവരിങ്ങനെ, അതായത് നമ്മൾ ഇതാണ് പറയുന്നത്, നബിയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ അത് മുമ്പൊക്കെ നമ്മൾ കൂടെയൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇസ്ലാമിക സഹോദരങ്ങളിരുന്ന് പഠിച്ചിട്ടുണ്ട്. അവർ ഈ ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ് ഭൂമി ഉരുണ്ടത് ആരാന്ന് പഠിച്ചത്. അതിന് നമ്മൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ട്? നബി പറഞ്ഞു എന്നാ പഠിച്ചിട്ടുണ്ടോ? നബി പറഞ്ഞു എന്ന് പഠിച്ചല്ലോ. പിന്നെ സതീശൻ എന്തിനത് പറഞ്ഞു? സതീശൻ പറഞ്ഞത് ഇസ്ലാമിനിട്ട് നല്ല പരത്തിയൊരു താങ്ങ്, പരന്നൊരു താങ്ങ്, പരന്ന് വായിച്ച് പരത്തിയൊരു താങ്ങ് താങ്ങിയതാണിത്. ഇങ്ങനെയാണ് സതീശൻ താങ്ങ എന്നുള്ളത് ഇപ്പം ഇത്. കാരണം അത് ജമാഅത്ത് ഇസ്ലാമിക്ക് SDP പോപ്പുലർ ഫ്രണ്ടിനോ മനസ്സിലാവില്ല. അവരുടെ ഒരു സപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ സമയത്ത് വരുമ്പോൾ നമ്മളുടെ ജനങ്ങൾ അങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഘടകം അനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കിട്ടിയില്ലെങ്കിൽ, കിട്ടിയാൽ തന്നെ 4-5 ദിവസത്തിലറിയാം, കിട്ടിയാൽ തന്നെ ഇത് സതീശൻ്റെ ഒക്കെ പരത്തി ഒരു അടിച്ച് കയറ്റി കൊടുത്തതാണ് മുസ്ലിമിന് വേണ്ടിയിട്ട്. അടിച്ച് പരത്തി കയറ്റി കൊടുത്തതാണ് സതീശൻ്റെ വക. സതീശൻ നായരുടെ വക ഒരു താങ്ങ്. സതീശൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ വിശ്വാസത്തിൽ വിശ്വസിക്കാതെ അദ്ദേഹം എപ്പോഴും പറഞ്ഞു കേട്ടിരുന്നത് ബൈബിൾ വചനങ്ങളാണ്. സതീശൻ വായു പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് ബൈബിൾ വചനം എത്രമാത്രം അദ്ദേഹത്തിനെ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ്. അതിന് വളരെ വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം പോയിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനിക്കാളും വലിയ ക്രിസ്ത്യാനിയാണ് സതീശൻ എന്നാണ് നമുക്ക് മനസ്സിലാവുക. കാരണം ബൈബിൾ വചനം പറഞ്ഞിട്ട് ഏതെങ്കിലും പന്തക്കോസ്ത് പാസ്റ്റർമാരില്ലേ ബൈബിളും കൊണ്ട് നടക്കണേ, അവരെക്കാളും വലിയ വചനം പറയുന്ന ആളാണ് ഈ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇത് ഇസ്ലാമിനിട്ട് സതീശൻ്റെ വക നല്ലൊരു താങ്ങ് കൊടുത്തതാണ് VD സതീശൻ, പരത്തിയൊരു താങ്ങ്. അതാണ് ഇപ്പം ഉണ്ടായത്.